എൻ്റെ ദൈവമേ, എന്തിനാ ഈ നാളെക്കുറിച്ച് ഇത്രയും ടെൻഷൻ അടിക്കണേ? നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ, അത് വന്നു കഴിയുമ്പോൾ വന്നതിൻ്റെ ബാക്കി. ഇങ്ങനെ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, നിങ്ങൾ ചത്തുപോകും. ഇന്ന് അത് ഏതായാലും നടന്നു, ഇനി നാളെ അത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ. നമ്മൾ ആ വരുന്ന സമയത്തുണ്ടല്ലോ, അതിനെ എങ്ങനെ മറികടക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ പവർ കാണിച്ചു കൊടുക്കാൻ പറ്റുമ്പോഴല്ലേ നമ്മളൊക്കെ നല്ല സ്ട്രോങ് മാൻ അല്ലെങ്കിൽ സ്ട്രോങ് വുമണായി മാറുന്നത്. നാളെ ഒരാൾ കല്ല് ഇങ്ങോട്ട് എടുത്ത് എറിയും, ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ വായും പൊളിച്ചിരിക്കുവോ? ഇല്ലല്ലോ. ആ കല്ല് എറിയാതിരിക്കാനുള്ള എന്താണെന്ന് ചെയ്യും. ആ കല്ല് അയാളുടെ അടുത്ത് തന്നെ ഒന്നുകിൽ നമുക്കിട്ട് ഏറ് കിട്ടാതിരിക്കാനുള്ള വഴി നമ്മൾ എന്തെങ്കിലും ചെയ്യും ആ ദാറ്റ് മൊമെന്റിൽ. അത് മതി. അല്ലാണ്ട് അയ്യോ നാളെ ഇനി അയാൾ എന്തെങ്ങാനും കല്ലെറിഞ്ഞാലോ എന്നാലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നിട്ട് കല്ലെറിയൽ മാറുമോ? ഒരിക്കലും ഇല്ല. അതുപോലെ ഇന്ന് കുളിക്കാൻ പോയപ്പോൾ അപ്പുറത്തെങ്ങാണ്ട് ഒരു പട്ടിക്കുട്ടൻ കുരയ്ക്കുന്ന കേട്ടു, തോടിൻ്റെ. ഇനി നാളെ കുളിക്കാൻ പോകുമ്പം ആ പട്ടിക്കുട്ടൻ തോടിനിപ്പുറ വന്ന് എന്നെ കടിച്ചാലോ എന്ന് ആലോചിച്ച് നാളെ കുളിക്കുന്നത് വരെ ആലോചിച്ചിട്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. പട്ടിക്കുട്ടൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ അവനെ പിടിച്ച് തോട്ടിലിടണം, അതല്ലെങ്കിൽ കയ്യിൽ കണ്ട് കല്ലും കൊണ്ട് അങ്ങോട്ട് പോകണം. അത് അന്നേരം ആ നിമിഷം നമ്മുടെ തലയിൽ ചിന്തിക്കാനുള്ള ബുദ്ധി നിനക്കുണ്ട്. ബുദ്ധി ഇല്ലേ? ബുദ്ധിയില്ലാത്ത ആളാണോ? അല്ല, നല്ല ബുദ്ധിമാനാ. അപ്പൊ നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ടപ്പേന്ന് തലയിൽ ഉണ്ടായി വരുന്നതാ. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ മനുഷ്യരായത്. അവിടെ എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ എന്ത് ചെയ്യണം? നാളത്തെക്കുറിച്ച് ആലോചിച്ച് സമയം കളയാതെ ഇന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ വേഗം ചെയ്തു തീർക്കാൻ നോക്ക്. ഒത്തിരി പണിയുള്ളതാ നമുക്ക്. ഓക്കെ.